മണ്ണാർക്കാട് അരിയൂരിലെ സഹകരണ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നതാണ്. KMCC നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിൽ ആരോപണ വിധേയൻ എന്ന് പറയപ്പെടുന്ന ഗഫൂർ കോൽക്കള, അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. ഇപ്പോൾ KMCC ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കൾ ഉൾപ്പെടെ പല ആളുകളുടെയും പേര് അതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിൽ ഈ KMCCയെ പോലുള്ള ഈ മുസ്ലിം ലീഗിൻ്റെ തന്നെ കീഴിലുള്ളൊരു സംഘടനയാണ് പരാതി നൽകിയിരിക്കുന്നത്. താങ്കൾ അവിടുത്തെ ജീവനക്കാരൻ കൂടിയാണല്ലോ അല്ലേ? അല്ല, അവിടെ KMCC കൊടുത്ത പരാതിയും ഇന്നലെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയും വ്യത്യസ്തമാണ്. KMCC പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ ഒരു അസറ്റായ സംഘടനയാണ്. KMCC വിദേശത്ത് KMCCയും നാട്ടിലെ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാർഡും. ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പകരം വെക്കാനില്ലാത്ത രണ്ട് അസറ്റ് സംഘടനകളാണ്. അതിൽ ബഹുമാനപ്പെട്ട KMCC അരിയൂർ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള ഡെപ്പോസിറ്റേഴ്സ് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അടിയന്തരമായിട്ട് സാമ്പത്തിക സഹായം കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുള്ളൊരു ലെറ്ററാണ് KMCC കൊടുത്തിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളതാണ്. അത് വളരെ KMCC തന്നെ വൈഡായി ചർച്ച നടത്തിയിട്ട് 100ഓളം പേര് ഒപ്പിട്ട് കൊടുത്തൊരു പരാതിയാണത്. അതിൽ വളരെ രഹസ്യ സംഗതിയല്ല. പക്ഷേ ഇന്നലെ വന്നത് എന്തോ ഒരു സംഗതി ചോർന്നു പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തയും അതിൽ ഗഫൂർ കോൽക്കളത്തിൽ ഉൾപ്പെടെയുള്ള ആളുകളെ പേര് പറഞ്ഞ് കോടികൾ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. അങ്ങനെ കോടികൾ തട്ടിപ്പ് നടത്തി എന്നാണ് എൻ്റെ പേരിൽ ഇന്നലെ പത്രത്തിൽ മാധ്യമങ്ങൾ വാർത്തുന്നത്. അത് വസ്തുക്കൾക്ക് നിരക്കാത്ത സംഭവമാണ്. ഞാൻ ആ ബാങ്കിലെ ജീവനക്കാരനാണ്. മാത്രമല്ല, ഞാൻ ആ ബാങ്കിലെ മെമ്പറല്ല, A ക്ലാസ് മെമ്പറല്ല. അവിടെ ഏത് തരത്തിലുള്ള തട്ടിപ്പാണ് ഗഫൂർ നടത്തിയതെന്നുള്ളത് വ്യക്തമല്ല. ബഹുമാനപ്പെട്ട KMCC നേതാക്കന്മാർ എന്നോട് ബന്ധപ്പെട്ടിരുന്നു. ഞാൻ അവരുമായി സംസാരിച്ചിരുന്നു. ആ ഒരു പരാതിയിൽ അങ്ങനെ ഒരു ഭാഗമേ പറഞ്ഞിട്ടില്ല. അവിടെ ലോണ് തിരിച്ചടയ്ക്കാൻ കുറേ ആളുകളുണ്ട്. ഏകദേശം ഒരു 500ഓളം ആളുകൾ ലോണ് തിരിച്ചടക്കാനുണ്ട്. ലോണ് കിട്ടാത്തതാണ് അവിടുത്തെ പ്രശ്നങ്ങൾ പ്രധാനമായത്. വേറെ കുറച്ച് സംഗതികളുണ്ടെങ്കിൽ പോലും പ്രധാനമായ വിഷയം ലോണാണ്. അപ്പോൾ ആ ലോണ് തിരിച്ചടക്കുക, അതിൽ അവർ ലിസ്റ്റ് എഴുതിയപ്പോൾ ലോണ് കിട്ടാനുള്ള പ്രമുഖർ എന്ന് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ പേര് എഴുതിയ കൂട്ടത്തിൽ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ലോണില്ല, എൻ്റെ വാപ്പാക്കാണ് അവിടെ ലോണുള്ളത്. എൻ്റെ പിതാവ് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ആ ബാങ്കിലെ മെമ്പറാണ്. അത് പ്രകാരം മൂപ്പരങ്ങനെ ലോൺ അവിടെ അടക്കാറുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10,50,000 രൂപയുടെ NMT ലോൺ, എൻ്റെ വാപ്പാടെ പേരിലെ വീടും സ്ഥലവും പണയപ്പെടുത്തിയിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. അത് നിയമാനുസൃത ലോണാണ്. ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കള്ളപ്രമാണം വെച്ചിട്ടെടുക്കണം, അല്ലെങ്കിൽ മെമ്പറല്ലാത്ത പേരിൽ എടുക്കണം ലോണ്, അതല്ലെങ്കിൽ മരണപ്പെട്ട ജീവിച്ചിരിപ്പില്ലാത്ത ആളായിരിക്കണം, അതല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയായിട്ടുള്ള കോട്ടോപ്പാടം പഞ്ചായത്തിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും വ്യക്തിയുടെ പേരിലാവണം. ഇതൊന്നുമില്ല. ഇത് നിയമാനുസൃതം എൻ്റെ തറവാട്ട് വീടിൻ്റെ ആധാരവും അതിൻ്റെ ഡോക്യുമെൻറ്റും എല്ലാം പണയപ്പെടുത്തിയെടുത്തിട്ടുള്ള വായ്പയാണ്. അത് ലോൺ തിരിച്ചടക്കാത്ത ഒരു കേസാണ്. പക്ഷേ തട്ടിപ്പ് എന്ന് പറയുന്നത് എന്നെയും അതുപോലെ തന്നെ അതിലൂടെ മുസ്ലിം ലീഗ് പാർട്ടിയും താറടിച്ച് കാണിക്കാനുള്ള ഒരു രാഷ്ട്രീയ എതിരാളികളുടെ കുൽസിത ശ്രമമായിട്ടാണ് ഇത് കാണാൻ കഴിയുള്ളൂ. ആ പരാതിയിൽ ഈ സൂചിപ്പിച്ച പോലെ തന്നെ ലോണ് തിരിച്ചടയ്ക്കാനുള്ള പ്രമുഖരായ ആളുകൾ, അതിൽ മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട യൂത്ത് ലീഗ്, MSF, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ പേരാണ്. അതിൽ ഈ താങ്കളുടെ പിതാവിൻ്റെ പേരിലാണെങ്കിലും താങ്കളുടെ പേര് അതിൽ ഉൾപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അതിൽ പേര് വന്നതിൽ എനിക്ക് ആക്ഷേപമില്ല. കാരണം എൻ്റെ പിതാവിന് അവിടെ ലോണുണ്ട്, അത് വാസ്തവമാണ്. ആ ലോണ് ഏകദേശം അടക്കാനുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. കാരണം ലോൺ അടക്കണം, ലോൺ എടുത്താൽ തിരിച്ചടക്കുക എന്നുള്ളത് ഒരു ലോണീസിൻ്റെ കടമയാണ്. പക്ഷേ KMCC വളരെ സത്യസന്ധമായി ഒരു ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയപ്പോൾ ആ ലെറ്ററിനെ മറയാക്കിക്കൊണ്ട് മറ്റൊരു തരത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിയെയും KMCCയെയും താറടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രചരണമാണ് ഇന്നലെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത്. ഈ താങ്കൾ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അവിടെ സ്ഥാനക്കയറ്റത്തിന് ശ്രമിച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അതിന് പോലീസ് ഒരു കേസും രജിസ്റ്റർ ചെയ്തിരുന്നല്ലോ. അത് ഇതുപോലെ തന്നെ ഞാൻ ഇന്നലെ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. ഇത് മണ്ണാർക്കാട്ട് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ 2 എപ്പിസോഡാണ് ഇപ്പോൾ നടന്നത്. ഒന്നാം എപ്പിസോഡാണ് ഇപ്പോൾ സാജിദ് പറഞ്ഞത്. 2ാം എപ്പിസോഡാണ് ഇന്നലെ നടന്നത്. എന്നെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തിട്ട് എന്നെയും അതുപോലെ തന്നെ എൻ്റെ പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ആരോപണം. ബാങ്കിലെ ജീവനക്കാരുടെ നിയമനം, അവരുടെ പ്രൊമോഷൻ, അവരുടെ ഡീപ്രൊമോഷൻ, അവരുടെ സർക്കാർ ആനുകൂല്യം ഇതെല്ലാം തീരുമാനിക്കാനുള്ള എല്ലാ അധികാരവും ബാങ്കിൻ്റെ ഭരണസമിതിക്കാണ്. എനിക്ക് പ്രൊമോഷൻ തന്നു, ചില കാരണങ്ങൾ കൊണ്ട് പ്രൊമോഷൻ ക്യാൻസൽ ചെയ്തു. അത് 2012 കഴിഞ്ഞു പോയി. എത്രയോ കാലങ്ങൾക്ക് ശേഷം
ഞാൻ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന് പറയുന്ന പരാതി വ്യാജാണ്. അതുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഇപ്പോൾ ഈ 2025 അത് കഴിഞ്ഞിട്ട് എത്രയോ കാലങ്ങളായി. ഈ കാലയളവിൽ ഒരു വർഷത്തിൽ 4 തവണ അവിടെ ക്വാർട്ടർലി ഓഡിറ്റിംഗ് നടക്കും. ഒരു ഓഡിറ്റിങ്ങിലും ഇങ്ങനൊരു കുറ്റകൃത്യമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഡിഫക്റ്റോ കണ്ടെത്തിയിട്ടില്ല, പറഞ്ഞിട്ടില്ല, ഒരന്വേഷണം നടന്നിട്ടില്ല. ഇത് തികച്ചും പൊളിറ്റിക്കലായി രാഷ്ട്രീയപരമായി നടത്തിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കേസായിരുന്നു. ആ കേസിൽ എൻ്റെ പേരിൽ നാട്ടുകൽ പോലീസ് കേസെടുത്തു. എനിക്ക് ബഹുമാനപ്പെട്ട കോടതി നിരുപാധികം അതിൽ ജാമ്യം അനുവദിച്ചു. ഒരു ഉപാധിയുമില്ലാതെയാണ് ജാമ്യം അനുവദിച്ചത്. അത് കോടതിയുടെ പരിഗണനയില്ലാതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ ചെറിയ ലിമിറ്റേഷൻ ഉണ്ട്. സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? താങ്കൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ ഹാജരാക്കിയിരുന്നല്ലോ. ഞാൻ കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല. ഞാൻ പൊതുജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇപ്പോൾ 45 വയസ്സായി. ഞാൻ 14ാമത്തെ വയസ്സിൽ MSFൻ്റെ ശാഖാ സെക്രട്ടറി ആയി തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. കഴിഞ്ഞ 32 കൊല്ലം സജീവമായി രാഷ്ട്രീയ പ്രവർത്തനമാണ്. MSFൻ്റെ ശാഖ മുതൽ സംസ്ഥാന ഭാരവാഹി വരെ, യൂത്ത് ലീഗിൻ്റെ ശാഖ മുതൽ സംസ്ഥാന ഭാരവാഹി. എനിക്കങ്ങനെ എൻ്റെ പാർട്ടിയെയോ പൊതുജനങ്ങളെയോ ആളുകളെയോ കബളിപ്പിക്കാൻ കഴിയില്ല. അത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരാരോപണമാണ്. ഏതായാലും അത് ഇനി കോടതി തെളിയിക്കട്ടെ. കോടതിയിലെത്തിയ വിഷയം അതുകൊണ്ട് അതിൽ ചില കാര്യങ്ങൾ പറയാൻ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം കോടതി വയലേഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് അത് കോടതി തെളിയിക്കും. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അത് കോടതി ആ കേസ് തള്ളിക്കളയുന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാലും യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ തുടങ്ങിയ നിലകളിൽ ആളുകൾ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഗഫൂർ കോൽക്കളത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിച്ചത്. കഴിഞ്ഞ ദിവസം KNCC നൽകിയ പരാതിയിൽ ഗഫൂർ കോൽക്കളത്തിൻ്റെ പേരും ഉൾപ്പെട്ടിരുന്നു. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് ഇസ്മൽ, മീഡിയ 1 പാലക്കാട്.